കാലത്ത് തന്നെ ഒരാൾ നാട്ടിലോട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വലിയ കുക്കിങ്ങിലോട്ട് കയറി നല്ല ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരിയുള്ള പുട്ടും പീസ് കറി റെഡിയാക്കി തന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വർക്കിന് ഇറങ്ങി. ഇന്നും കാലാവസ്ഥ കനിഞ്ഞ് നല്ലൊരു കിടിലും ദിവസം ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്ന് എന്റെ വണ്ടി എടുത്തുകൊണ്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. എന്താ ഇത് കുത്തബ് മീനാറോ? അപ്പൊ സാധനങ്ങളെല്ലാം വണ്ടിയിലോട്ട് പറക്കിയിട്ട് ഞാൻ വർക്ക് തുടങ്ങി. ഇന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താട്ടോ വർക്ക് വന്നേക്കുന്നത്. A few moments later. അപ്പൊ കാഴ്ചയൊക്കെ കണ്ട് വർക്ക് കുറച്ച് ഡിലേ ആയി. 6 മണിയായപ്പോഴേക്ക് 62 സ്റ്റോപ്പ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് സ്പീഡ് ആക്കണം. പിന്നെ ദേ കണ്ടോ, കൺട്രി സൈഡിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലൊരു ബോട്ട് കാണും കേട്ടോ. അപ്പൊ അടുത്ത 1 മണിക്കൂർ കൊണ്ട് 16 സ്റ്റോപ്പ് ഞാൻ തീർത്തു. അതിനുശേഷം ഞാൻ ഈ ബോട്ട് യാർഡിൽ എത്തി കേട്ടോ. എന്തോരം പോട്ടാന്ന് നോക്കി. ബീച്ച് എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സൺസെറ്റ് ഒക്കെ കണ്ട് കൊണ്ടുവന്ന ഫുഡ് എടുത്ത് കഴിച്ചു. പുട്ടും പീസ് കറിയും തന്നെയാണ്. അപ്പൊ ഒരു 9 മണിയായപ്പോഴേക്ക് ഇനി ഒരു 19 സ്റ്റോപ്പും കൂടി ഉള്ളു കേട്ടോ. ഇതുങ്ങൾ ആരും വളർത്തുന്നൊന്നുമല്ല കേട്ടോ. അപ്പൊ ഒരു 10:15 വർക്കെല്ലാം തീർത്ത് വണ്ടിയെല്ലാം തിരിച്ചു കൊണ്ടുപോയിട്ട് ബസ് പിടിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. വീടെത്തി കഴിഞ്ഞപ്പോൾ വലിയ ഗംഭീര ഫുഡ് പ്രിപ്പറേഷൻ ആണ്. ലാസ്റ്റ് 2 മണിക്കൂറായിട്ട് കുക്കിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞ് വിളിച്ചു. നോക്കി കഴിഞ്ഞപ്പോൾ നെയ്ച്ചോറ്, ഗ്രിൽഡ് ചിക്കൻ, വെജിറ്റബിൾസ്, മയനേസ്, സാലഡ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് പിടിപിടിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു.